ഹോൾ ടിക്കറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന് വേണ്ടി IT ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള 50 MCQs ആണ്. നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, FAT സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നുള്ളൂ. FAT സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ സി ഫയൽ അലോക്കേഷൻ ടേബിൾ. FAT സ്റ്റാൻഡ്സ് ഫോർ ഫയൽ അലോക്കേഷൻ ടേബിൾ. If you need to duplicate the entire disk, which command will you use? Option B, disk copy. Answer option B, disk copy. If you need to duplicate the entire disk, which command will you use? Disk copy. Third question, it is a collection of logically related information. Answer option D, file. It is a collection of logically related information. Answer file. Computer language used on internet. ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ്? ഓപ്ഷൻ ബി, ജാവ. ആൻസർ ഓപ്ഷൻ ബി, ജാവ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോബ്ലം ഓറിയന്റഡ് ലാംഗ്വേജ്? പ്രോബ്ലം ഓറിയന്റഡ് ലാംഗ്വേജിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. അല്ലെ, എല്ലാം പ്രോബ്ലം ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. അല്ലെ, ബേസിക്കും ഫോർട്രാനും PLI ഒക്കെ എല്ലാം എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് ലാംഗ്വേജസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം ഇൻ MS ഓഫീസ്? നോട്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MS ഓഫീസിലെ നോട്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പെയിന്റ് ആർട്ട്. ഓഫീസ് ആർട്ടും വേർഡ് ആർട്ടും ക്ലിപ്പ് ആർട്ടൊക്കെ എല്ലാം എന്താണ്? സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ്. അല്ലെ, പെയിന്റ് ആർട്ടാണ് സ്പെഷ്യൽ പ്രോഗ്രാം അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, C++ allows you to develop for Windows and. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബോത്ത് A and B. DOS and Internet. അല്ലേ, C++ allow you to develop for Windows and DOS Internet. അല്ലേ, ആൻസർ വരുന്നത് ബോത്ത് A and B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ ക്യാരക്ടേഴ്സ് ഇൻ എ സെൽ? സെല്ലിലെ ടോട്ടൽ ക്യാരക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, len. Which command is used to calculate the total characters in a cell? len. Windows can be started in one of these modes. Which is that? വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത മോഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, സേഫ് മോഡ്. വിൻഡോസ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഇൻ വൺ ഓഫ് ദീസ് മോഡ്സ്. വിച്ച് ഈസ് ദാറ്റ്? സേഫ് മോഡ്. ഫേവറേറ്റ്സ് ആർ ആക്സസിബിൾ ഫ്രം ദ ഡാഷ് മെനു. ഏത് മെനുവിൽ നിന്നാണ് ഫേവറേറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ, സ്റ്റാർട്ട് മെനു. അല്ലെ, ഫേവറേറ്റ്സ് ആർ ആക്സസിബിൾ ഫ്രം ദി സ്റ്റാർട്ട് മെനു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ബൈ ഇന്റർനെറ്റ് മെയിൽ? ഇന്റർനെറ്റ് മെയിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. ഏതാണ്? ആൻസർ എ, ഓപ്ഷൻ എ, HTTP. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾസ് ഈസ് യൂസ്ഡ് ബൈ ഇന്റർനെറ്റ് മെയിൽ? HTTP. Next question, a multi-purpose window which opens nearly for everything is? Answer option B, Explorer window. A multi-purpose window which opens nearly for everything is Explorer window. Next question, a graphical bar displayed across the top of the document window. A graphical bar displayed across the top of the window. Answer option C, ruler. A graphical bar displayed across the top of the document window, ruler. Next question, a source program is written in. Source program ഏത് ലാംഗ്വേജിലാണ് റിട്ടൺ ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഹൈ ലെവൽ ലാംഗ്വേജ്. A source program is written in high level language. Next question, DDP stands for. DDP stands for Distributed Data Processing. Answer option D, Distributed Data Processing. Which among the following are the best tools for fixing errors on disk? Which among the following are the best tools for fixing errors on disk? Answer option B, ScanDisk. Which among the following are the best tools for fixing errors on disk? ScanDisk.
The CPU and memory are located on the CPU മെമ്മറിയും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി മദർ ബോർഡ്. CPU and memory are located on the motherboard. Next question. Computers gather data, which means that they allow users to answer another option B input data. Computers gather data, which means that they allow users to input data. Calculations are made in computer with the help of its option C ALU arithmetic logic unit. Calculations are made in computer with the help of its arithmetic logic unit. Which of the following fields would not make a suitable primary key? Answer option A data field. Which of the following fields would not make a suitable primary key? Answer vanathu A data field. Dot matrix is a type of. Dot matrix എന്താണ് ചോദിച്ചിരിക്കുന്നത്? is a type of printer. Answer option C printer. Dot matrix is a type of printer. Large amounts of checks are processed by using. Answer option B MICR. Large amounts of checks are processed by using MICR. MICR full form എന്താണ്? Magnetic Ink Character Recognition അല്ലേ? The distance between text boundaries and page margins. Answer option A indent. The distance between text boundaries and page margins. Answer option A indent. Altering raw data just before it is processed by a computer and then changing it back after the processing is completed is termed. It is termed. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. It is termed as data diddling. Answer option B data diddling. Altering raw data just before it is processed by a computer and then changing it back after the processing is completed is termed as data diddling. Use of computer resources to intimidate or coerce others is termed cyber terrorism. Answer option B cyber terrorism. Use of computer resources to intimidate or coerce others is termed cyber terrorism. The criminal reads or copies confidential or proprietary information, but the data is neither deleted nor changed. This is termed. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ഇത് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ കമ്പ്യൂട്ടർ വോയേയർ. The criminal reads or copies confidential or proprietary information, but the data is neither deleted nor changed. This is termed as computer voyeur. India's first cyber police station was started at. ഇന്ത്യയുടെ ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി ബാംഗ്ലൂർ. India's first cyber police station was started at Bangalore. Next question. Dash gives the author of an original work exclusive right for a certain time period in relation to that work, including its publication, distribution and adaptation. Answer option A copyright. Copyright gives the author of an original work exclusive right for a certain time period in relation to that work, including its publication, distribution and adaptation. Next question. The rental of software to consumers without the permission of the copyright holder known as. Answer option B renting. The rental of software to consumers without the permission of the copyright holder known as renting. Next question. Copying the materials published on the internet as one's own without proper acknowledgement is called. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇന്റർനെറ്റ് പ്ലാജിയറിസം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. കോപ്പിയിങ് ദ മെറ്റീരിയൽസ് പബ്ലിഷ്ഡ് ഓൺ ദി ഇന്റർനെറ്റ് ആസ് വൺസ് ഓൺ വിത്തൗട്ട് പ്രോപ്പർ അക്നോളജ്മെന്റ് ഇസ് കോൾഡ് ഇന്റർനെറ്റ് പ്ലാജിയറിസം. Any criminal activity that uses a computer either as an instrumentally target or a means for
further crimes comes within the ambition of cybercrime. Answer option B, cybercrime. Any criminal activity that uses a computer either as an instrumentality target or a means for perpetrating further crimes comes within the ambit of cybercrime. Next question. Dash are a bundle of exclusive rights over creations of the mind, both artistic and commercial. Answer option A, intellectual property rights. Intellectual property rights are a bundle of exclusive rights over creations of the mind, both artistic and commercial. Next question. Which of the following come under cybercrime? Cybercrime വരുന്നത് എന്തൊക്കെയാണ്? Answer option D, all of the above. അല്ലേ? Intellectual property crime, pornography, online gambling എല്ലാം സൈബർ ക്രൈമിൽ വരുന്നതാണ്. Next question. Under the IT Act, whoever commits or conspires to commit cyber terrorism shall be punishable with imprisonment which may extend to എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാം? ആൻസർ ഓപ്ഷൻ ഡി, imprisonment for life. അല്ലേ? Under the IT Act, whoever commits or conspires to commit cyber terrorism shall be punishable with imprisonment which may extend to imprisonment for life. An unauthorized program which functions from inside what seems to be an authorized program, thereby concealing what is actually doing. Answer option A, Trojan horse. An unauthorized program which functions from inside what seems to be an authorized program, thereby concealing what it is actually doing. Trojan horse. As per the IT Amendment Act 2008, tampering with computer source documents shall be punishable with imprisonment up to years or with fine which may extend up to dash rupees. എത്ര രൂപ വരെ ഫൈൻ ഉണ്ടാകാം? ആൻസർ ഓപ്ഷൻ എ, 2 lakh. As per IT Amendment Act 2008, tampering with computer source documents shall be punishable with imprisonment up to years or with fine which may extend up to 2 lakh rupees or with both. Next question. Which of the following is a cyber crime against individual? ഇൻഡിവിജ്വലിന് നേരെയുള്ള സൈബർ ക്രൈം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. എല്ലാം അല്ലെ? ഇമെയിൽ സ്പൂഫിംഗ്, സൈബർ ഡിഫമേഷൻ, സൈബർ സ്റ്റോക്കിംഗ് എല്ലാം സൈബർ ക്രൈം തന്നെയാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first cyber police station in Kerala was inaugurated in which year? Answer option A, 2009. The first cyber police station in Kerala was inaugurated in 2009. Next question. Which of the following is an intellectual property crime? ഏതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രൈം? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. എല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രൈം ആണ്. തെഫ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ സോഴ്സ് കോഡ്, ട്രേഡ് മാർക്ക് വയലേഷൻ, സോഫ്റ്റ്വെയർ പൈറസി എല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രൈംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോസ്റ്റിംഗ് derogatory remarks about the employer on a social networking site is an example of. Answer option C, cyber defamation. Posting derogatory remarks about the employer on a social networking site is an example of cyber defamation. The President of India who gave assent to Information Technology Act 2000. Answer option B, K.R. Narayanan. The President of India who gave assent to Information Technology Act 2000, K.R. Narayanan. The IT Amendment Bill 2008 was passed by the two houses of the Indian Parliament on dash 2008. ഏത് ഡേയ്സിലാണ് പാസ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ എ, December 23rd and 24.
The IT Amendment Bill 2008 was passed by the two houses of the Indian Parliament on December 23rd and 24, 2008. Cyber crime can be defined as. സൈബർ ക്രൈമിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ആൻസർ ഓപ്ഷൻ എ ക്രൈം കമ്മിറ്റഡ് ഓൺലൈൻ. സൈബർ ക്രൈം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ക്രൈം കമ്മിറ്റഡ് ഓൺലൈൻ. സൈബർ ലോസ് ആർ ഇൻക്ലൂഡഡ് ഇൻ. സൈബർ ലോസ് ഏത് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി റെസ്യൂഡറി പവേഴ്സ്. സൈബർ ലോസ് ആർ ഇൻക്ലൂഡഡ് ഇൻ റെസ്യൂഡറി പവേഴ്സ്. വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ, ആൻസർ ഓപ്ഷൻ ബി November 30. Many cyber crimes come under the Indian Penal Code. Which one of the following is an example? Answer option D, all of this. എല്ലാം സൈബർ ക്രൈംസ് ആണ്. സെൻഡിങ് ത്രെറ്റനിങ് മെസ്സേജസ് ബൈ ഇമെയിൽ, ഫോർഗറി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ബോഗസ് വെബ്സൈറ്റ്സ്, എല്ലാം എന്താണ്? സൈബർ ക്രൈംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 made amendment to which of the following existing laws? Answer option D, all of this. Indian Penal Code, Indian Evidence Act, Bankers Book Evidence Act. Information Technology Act 2000 made amendment to Indian Penal Code, Indian Evidence Act, Bankers Book Evidence Act. Next question. A dash is a set of exclusive rights granted by a state to an inventor or his assignee for a limited period of time in exchange for a disclosure of an invention. ഇതെന്താ ആൻസർ? ഓപ്ഷൻ സി പേറ്റന്റ്. അയാളുടെ ഇൻവെൻഷൻ ആണല്ലേ. Patent is a set of exclusive right granted by a state to an inventor or his assignee for a limited period of time in exchange for a disclosure of an invention. Next question. Cache memory is used. Answer option A, increase processing speed. Cache memory എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Increase processing speed. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ASCII stands for. ASCIIയുടെ ഫുൾ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആൻസർ ഓപ്ഷൻ ബി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ASCII stands for American Standard Code for Information Interchange.